ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കല്യാണം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് കല്യാണത്തിന് മുമ്പ് നമ്മൾ സംസാരിച്ചിരിക്കേണ്ടത്? അപ്പോൾ നമുക്കൊന്നും കല്യാണത്തിന് മുമ്പ് സംസാരിച്ചിരിക്കേണ്ടത് നമുക്ക് സന്തോഷം തരുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ചായിരിക്കണം, അല്ലേ? വൈകാരികമായും ശാരീരികമായും സന്തോഷം തരുന്ന കാര്യങ്ങളെക്കുറിച്ച് എന്നാണോ? അല്ല, ഇത് മാത്രമല്ല, വേറെയും കുറേ കാര്യങ്ങൾ. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കി നോക്കട്ടെ. ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വെറുതെ ഇരിക്കുമ്പോൾ യൂട്യൂബ് ചാനലിലെ വീഡിയോസൊക്കെ ഇരുന്ന് കാണുക, എന്നിട്ട് താഴെ കമൻറ്റ് ചെയ്യുക, ഹായ് അടിപൊളി സൂപ്പർ എന്നൊക്കെ, അല്ലേ? നല്ല കേട്ടോ, ചുമ്മാ പറഞ്ഞാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യം അപ്പുറത്തിരിക്കുന്ന വ്യക്തിയെ, നമ്മുടെ പാർട്ട്ണർ, അല്ലേ, നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെക്കുറിച്ച് ഏകദേശമെങ്കിലും ഒരു ധാരണ ഉണ്ടാക്കി വയ്ക്കുക എന്നുള്ള സംഗതിയാണ്. പലരും എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങളായിട്ടോ, അത് എല്ലാവർക്കും അപ്ലിക്കബിൾ ആവണമെന്നൊന്നുമില്ല, സെറ്റ് ആവണമെന്നൊന്നുമില്ല. അപ്പോൾ പലരും ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആളുടെ ഒരു അപ്പിയറൻസ് വെച്ചിട്ട്, അത് അല്ലെങ്കിൽ കുറച്ച് കാലമായിട്ട് നമ്മുടെ അയാളുമായിട്ടുള്ള ഒരു അനുഭവം വെച്ചിട്ട് ആൾ ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ അസ്യൂം ചെയ്യും. പലപ്പോഴും ഈ അസ്യൂം ചെയ്യുമ്പോൾ ഈ അസംഷൻസ് നമ്മുടെ ഊഹാപോഹങ്ങൾ കറക്റ്റ് ആവണമെന്നില്ല. ഒരാളുടെ സ്വഭാവത്തിനെ കുറിച്ച് ജീവിതകാലം മുഴുവൻ കൂടെ നടന്നാലും ഒരു പക്ഷെ നമുക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ ഒരാളെ മനസ്സിലാക്കണമെങ്കിൽ അയാളുടെ പേടികൾ അയാളുടെ നല്ല കാര്യങ്ങൾ മാത്രമല്ല, എന്ന് വെച്ചാൽ എന്താണ് അയാൾക്ക് സന്തോഷം തരുന്നത്, അല്ലെങ്കിൽ അയാൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് പെരുമാറുക, അത് മാത്രമല്ല, അയാൾക്ക് പേടിയുള്ള കാര്യങ്ങൾ എന്താണ്, അയാളെ അരക്ഷിതയാക്കാവുന്ന കാര്യങ്ങൾ, ഘടകങ്ങൾ, സാഹചര്യങ്ങൾ എന്തെല്ലാമാണ്, അയാളുടെ സാമ്പത്തിക ഒരു അവസ്ഥ എന്താണ്, അയാളുടെ ആഗ്രഹങ്ങൾ, പ്ലാനുകൾ എന്തെല്ലാമാണ്. അയാൾക്കിപ്പോൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാൾ ഇഷ്ടത്തോടു കൂടിയാണ് ആ ജോലി ചെയ്യുന്നത്, ജോലിയോടുള്ള അയാളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അയാളുടെ ഏറ്റവും വലിയ കിക്ക് എന്താണ്. കിക്ക് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ തീരില്ലേ, ഇത് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം, അതെന്താണെന്ന് മനസ്സിലാക്കുക. അതേപോലെ ഭാവി പ്ലാനുകൾ എന്താണ്, ഇന്ത് ചൂടൻ്റെ അല്ലെങ്കിൽ ഇന്ത് ചൂടിയ ഫ്യൂച്ചർ പ്ലാൻസ്, ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാം. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കുറച്ച് സംഗതികളൊക്കെ, ഇതൊക്കെ ബേസിക്കായിട്ട് എന്തായാലും നമ്മൾ ചർച്ച ചെയ്താൽ അടിപൊളിയായിരിക്കുമെന്ന് തോന്നുന്നു. ഇനി ഇത് മാത്രമല്ല, വേറെ കാര്യങ്ങൾ എന്തൊക്കെയാണ്. കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാമുകയാണെന്ന് തന്നെ വിചാരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ പെണ്ണ് കാണലൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ കുറച്ചെല്ലാം ഡേറ്റ് ചെയ്ത് എന്നിട്ട് കല്യാണം കഴിക്കാമെന്ന് വിചാരിക്കാം. ഈ രണ്ടുപേരുടെ ലൈഫിലേക്ക് വേറെ ആളുകൾ കയറി വരും, ഇൻലോസ്, അല്ലേ? അമ്മായിമ്മ, അമ്മായിപ്പൻ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ. അച്ചായമ്മ, അച്ചായച്ചൻ, അല്ലേ? അതെന്താ അങ്ങനെ വന്ന അമ്മായിമ്മയും അമ്മായിപ്പനും? അപ്പം എന്താ അവൻ്റെ അച്ചായമ്മ അച്ചായച്ചൻ എന്താ വരാത്ത പോലെ? ഇവിടെ പറഞ്ഞു വന്നത്, അപ്പോൾ അവരുമായിട്ട് എങ്ങനെ സെറ്റാവില്ലേ, അല്ലെങ്കിൽ അവരെങ്ങനെ മാനേജ് ചെയ്യാം. ഇവർ രണ്ടുപേരും ഇപ്പോൾ പാർട്ട്നേഴ്സ് തമ്മിൽ ഇത്രത്തോളം സെറ്റായാലും ചിലപ്പോൾ ചിലവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല, അല്ലേ?